ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റോറിയലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം ടൈം ടു കൗണ്ട്. സെൻസസ് ഈസ് ടു വൈറ്റൽ ഫോർ ദി ഗവൺമെൻറ് ടു ഡിലേ ഇറ്റ് എനി ഫർദർ. ഇപ്പോൾ സെൻസസിൻ്റെ കാര്യത്തിൽ എല്ലാ 10 വർഷമാണെന്നറിയാം. അപ്പോൾ അതിൽ 2011 കഴിഞ്ഞു, നമ്മളിപ്പോൾ അതാണ് എല്ലാത്തിലും റിലേ ചെയ്യുന്ന സെൻസസ്. പക്ഷേ 2021 വരേണ്ട സെൻസസ് ഡിലേഡ് ആണ്. അതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സെൻസസ് എന്നും അതുപോലെ ഏതൊക്കെ തരം വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റിഫോംസ് സെൻസസ് വഴി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഡിലേഡ് ആവുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. The importance of decennial conducted census cannot be overstated as it tallies data on several features of the Indian population such as basic demography, literacy levels, caste status, educational spoken languages, religion, marital status, occupation and migration status among the others. The census is vital to administrative functions and planning of welfare schemes. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ ഏരിയാസിൽ, ഇപ്പോൾ കാസ്റ്റ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, റിലീജിയൻ, വെൽഫെയർ സ്കീംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് സെൻസസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് ഇത്രയുള്ള കാര്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവും വെൽഫെയറും അതുപോലത്തെ ബാക്കിയുള്ള സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ മറ്റ് പലതിനും ബേസാണ് എന്ത് സെൻസസ്. സച്ച് ആസ് ബേസിക് ഡെമോഗ്രഫി, ലിറ്ററസി ലെവൽ, റിലീജിയൻ, മെറൈറ്റൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, മൈഗ്രേഷൻ, അതൊക്കെ ആ ഡാറ്റയൊക്കെ എവിടെ നിന്നാണ്? സെൻസസ് എന്നാണ്. അതുകൊണ്ട് തന്നെ അത് വൈകിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എന്ന് പറഞ്ഞ എക്സസൈസ് നടത്തുന്നത്. Census data are also critical as they are used to frame, underpin other sample surveys that are also representative of the whole population. അപ്പോൾ എല്ലാ പോപ്പുലേഷൻ്റെ എല്ലാ രീതിയിലും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെൻസസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. The national census is utilized by international agencies to project the world's population as well. India has conducted the census every 10 years since 1881. Only 2021, a pandemic affected year, was exception as the എക്സസൈസ് വാസ് പോസ്റ്റ്പോണ്ടഡ്. അപ്പോൾ നമ്മുടെ സെൻസസ് എപ്പോഴാണ് നടന്നിരുന്നത്? 1881 മുതൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെൻസസ് നടന്നിരുന്നത്. ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയ്? ലോർഡ് റിപ്പൺ ആയിരുന്നു വൈസ്രോയ്, അല്ലേ? ഇപ്പോൾ 2021 എന്താണ് സെൻസസ് വൈകിയെന്ന് പറഞ്ഞത്? അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞാൽ എന്താണ്? പാൻഡമിക്കാണ്, COVID-19 ആണ്, പാൻഡമിക്കാണ് എന്ന് പറയുന്നു. The fact that lockdowns and physical distancing norms are now thing of past and infection levels in the country have remained relatively low ever since the last Omicron variant have happened in early 2022 suggests that this is no longer valid excuse. ഇതിപ്പോൾ ഇനി വാലിഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഡിസ്റ്റൻസിങ് നോംസ് ഒക്കെ പോയില്ലേ? അപ്പോൾ നോർമൽ കാര്യങ്ങളൊക്കെ വന്നു, ആൾക്കാർ അവരുടെ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ചൈനയിലൊക്കെ 2ാമത്തെ വേരിയൻ്റ് ഒക്കെ വന്നു എന്ന് പറഞ്ഞപ്പോഴും, ഇപ്പോൾ XBB 1.2 എന്നൊക്കെ പറഞ്ഞ വേരിയൻസ് ഒക്കെ വന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ട്രാൻസ്മിസിബിലിറ്റി ഒക്കെ കൂടുതലാണ് എന്ന് പറയുന്നു. പക്ഷേ എഫക്റ്റ് ചെയ്യുന്ന രീതി കുറവാണ്. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ പോലുള്ള ഒരു രാജ്യത്തൊന്നും ഇനി ഒരു ലോക്ക്ഡൗൺ സിനാരിയോ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ ഇനി സെൻസസ് നടത്തുന്നതിൽ അതാണ് കാരണം, ഡിലേ ആവാൻ അതാണ് കാരണം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആവില്ല എന്ന് പറയുന്നു. It is imperative that decadal changes in India's demography related to urbanization and migration of peoples across states are captured adequately. ഇത് കൃത്യമായിട്ട് മൈഗ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ മറ്റു പലതിനും ഇതിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു, പോപ്പുലേഷൻ കൗണ്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൽഫെയർ സ്കീംസ് such as targeted public distribution system under the National Food Security Act depend on population estimates and the government continues to rely on Census 2011 which is now clearly outdated. പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 2011 സെൻസസാണ്. കാരണം ഓൾമോസ്റ്റ് 11 വർഷം കഴിഞ്ഞു കംപ്ലീറ്റ്ലി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പോവർട്ടി ലെവൽസ് അല്ലെങ്കിൽ PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇപ്പം റേഷനിങ്, അതുപോലെ ഈ അന്ത്യോദയ അന്ന യോജന, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന വെൽഫെയർ സ്കീംസിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ എബോ പോവർട്ടിയാണോ ബിലോ പോവർട്ടിയാണോ, എത്ര പേര് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷൻസ് ആവശ്യമാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് എന്താണ് ഡിലേഡായി പോവാണ് ഈ പറയുന്ന ഡിലേയിലൂടെ, ഈ പറയുന്ന സെൻസസ് ഡിലേഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് 2011 ഇപ്പോഴും നമ്മൾ ആ ഡാറ്റയാണ് റിലേ ചെയ്യുന്നത്. Interstate disparities in population growth rates could also impinge upon the debates on the prospective delimitation of electoral boundaries and appropriation of seats across states.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സെൻസസ് വൈകുന്നത് കാരണം ഉണ്ടാവും. അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്കീംസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിലീഡ് ആണ്. അതുപോലെ എന്താണ് ഈ പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള 2011 സെൻസസിനെ കൊണ്ട് ഇനി മീനിങ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് ഓഫ് ദ എക്കോണമി തീരുമാനിക്കുന്നത് ഈ പറയുന്ന 2021 സെൻസസാണ്. അതുകൊണ്ട് ഈ എക്സസൈസ് നിർബന്ധമായും വളരെ പെട്ടെന്ന് തന്നെ ഒരു അർജൻസിയോടുകൂടി ചെയ്തു തീർക്കണം എന്ന രീതിയിലാണ് എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്.